അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 157. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വുജൂഹു യൗമഇദിൻ നാഇമ ലിസഅയിഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ ഗാശിയയുടെ സ്വർഗ ചിത്രത്തിലേക്കാണ് ഇന്നത്തോടുകൂടെ നാം പ്രവേശിക്കുന്നത്. ആദ്യമായി അതിൻ്റെ നേരെ അർത്ഥതലം ഒന്ന് പറയാം. വിശദീകരണം നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലാക്കാം. ഉജൂഹു യൗമ ഇദിൻ നാഇമ, അന്ന് ചില മുഖങ്ങൾ ഓമനത്വം തുളുമ്പുന്ന മുഖങ്ങളായിരിക്കും. കണ്ടാൽ തന്നെ ആ മുഖങ്ങൾക്ക് എന്തൊന്നില്ലാത്ത ഒരു മിനുസമായിരിക്കും, മിനുങ്ങുന്ന മുഖങ്ങളായിരിക്കും. അവ സോഫ്റ്റ്നെസ് ആയിരിക്കും ആ മുഖങ്ങൾക്ക് കാണാൻ കഴിയുക എന്നർത്ഥം. ലിസഇയിഹാ റാദിയ, അവരുടേതായ സന്തോഷങ്ങളൊക്കെ അവരുടെ മുഖത്ത് നിഴലിക്കും എന്നാണ് ആദ്യം പറഞ്ഞത്. നല്ല ഓമനത്വം തുളുമ്പുന്ന മുഖങ്ങൾ, സന്തുഷ്ടമായ മുഖങ്ങൾ. ലിസഇയിഹാ റാദിയ, അവ അധ്വാനിച്ചതിൻ്റെ പേരിൽ ദുനിയാവിൽ വെച്ച് അവ ചെയ്ത കഠിനാധ്വാനങ്ങളുടെ പേരിൽ അവർ സംതൃപ്തരാണ്. ലിസഇയിഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ, അത്യുന്നതമായ സ്വർഗത്തിലാണ് അവർ വസിക്കുന്നത്. ലാ തസ്മഉ ഫീഹാ ലാഗിയ, ആ സ്വർഗത്തിൽ ഒരനർത്ഥവും അവർക്ക് കേൾക്കാൻ കഴിയില്ല. ഫീഹാ ഐനുൻ ജാരിയ, കുത്തിയൊഴുകുന്ന നദികളുണ്ട് ആ സ്വർഗത്തിൽ. ഫീഹാ സുറുറും മർഫൂഅ, ഉയർന്ന കട്ടിലുകളുണ്ട് ആ സ്വർഗത്തിൽ. വ അക്വാബും മൗദൂഅ, യഥേഷ്ടം നിരത്തിവച്ച കപ്പുകളുമുണ്ട്. വനമാരിഖു മസ്ഫൂഫ, അണിയണിയായി ചേർത്തുവെച്ച തലയണകളുണ്ട്. വസറാബിയു മബ്സൂസ, നീട്ടിപ്പരത്തി വിരിച്ച പരവതാനികളുണ്ടവിടെ. ഇത്രയുമാണ് സുഖലോക സ്വർഗത്തിൻ്റെ ചിത്രം സൂറത്തുൽ ഗാശിയയിൽ അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഇതിൻ്റെ വിശദീകരണങ്ങൾ പറയുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സുഖവും സൗകര്യവുമുള്ള ഒരു സ്വർഗം, ആ സ്വർഗമാണ് ചിലർക്ക് ലഭിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് കാണാം. വളരെ സുന്ദരമാണത്. എത്ര ഹൃദ്യമാണ് ആ ഹദീസ്. മുത്തുനബി സ്വർഗത്തിലേക്ക് പ്രചോദിപ്പിച്ചുകൊണ്ട്, സ്വഹാബത്തിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു ഹദീസ്. അലാ ഹൽ മിൻ മുശമ്മിരിൻ ലിൽ ജന്ന, മുത്തുനബി ചോദിച്ചു, അല്ലയോ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരില്ലയോ? പരമാവധി നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി തളരാതെ ശ്രമിക്കണം, അശ്രാന്ത പരിശ്രമം നടത്തണം. സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കാൻ ആളില്ലയോ എന്ന് ചോദിച്ചു വച്ചിട്ട് നബിതങ്ങൾ സ്വർഗം അവതരിപ്പിക്കുകയാണ്. എത്ര സുന്ദരമായ വാക്കുകളിൽ കേട്ടോളൂ. ഫ ഇന്നൽ ജന്നത ലാ ഖതറ ലഹാ, മുത്തുനബി പറഞ്ഞു, സ്വർഗം എന്നത് സങ്കല്പാതീതമാണ്,
അതിന് സങ്കല്പമില്ല മക്കളെ. ഹിയ വ റബ്ബിൽ കഅബ, കഅബയുടെ രക്ഷിതാവാണ് സാക്ഷി. സ്വർഗം എന്ന് പറയുന്നത് നൂറുൻ യതലഅല, തിളങ്ങുന്ന വെളിച്ചമാണത്. വറൈഹാനത്തുൻ തഹ്തസ്, പരിമളം പരത്തുന്ന പൂവാണത്. പരിമളം പരത്തുന്ന പൂക്കളും തിളങ്ങുന്ന വെളിച്ചവും. വഖസ്റും മുശയ്യദ്, വഖസ്റും മുശയ്യദ്, അംബരചുംബികളായ കൊട്ടാരങ്ങളും. വനഹ്റും മുത്തരിദ, സ്വച്ഛന്ദം ഒഴുകുന്ന നദികളും. വസംറത്തുൻ നദീജ, പഴുത്ത് പാകമായ പഴങ്ങളും. വസൗജത്തുൻ ഹസനാഉ ജമീല, അഴകുള്ള ഭംഗിയുള്ള ചൊങ്കുള്ള ഭാര്യമാരും. വഹുലലുൻ കസീറ, ധാരാളം ഉടയാടകളും. വമുഖാമുൻ അബദ ഫി ദാരിൻ സലീമ, സുരക്ഷിത ഭവനത്തിലെ നിത്യവാസവുമാണത്. വഫാക്കിഹത്തുൻ വഖൽറ, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും നിത്യഹരിത വസന്തവും. വഹബ്റത്തുൻ വനിഅ്മ, സന്തോഷവും അനുഗ്രഹവും. ഫി മഹല്ലത്തിൻ ആലിയ ബഹിയ, ഹബീബായ റസൂലുള്ളാഹി അവസാനിപ്പിക്കുന്നു, എല്ലാം കൊണ്ടും സുന്ദരമായ, എല്ലാ അർത്ഥത്തിലും പ്രഫുല്ലമായ, എല്ലാ അർത്ഥത്തിലും സന്തോഷകരവും സമുന്നതവുമായ സ്ഥാനത്താണ് അവർ വസിക്കുന്നത്. ഇങ്ങനെ ഇപ്പറഞ്ഞ ഗുണങ്ങളെല്ലാമുള്ള സ്വർഗം, ഈ സ്വർഗത്തിന് വേണ്ടി ശ്രമിക്കാൻ ആളില്ലയോ? ഖാലൂ, ഉടനെ തന്നെ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ഇക്കേട്ടതൊക്കെയാണ് സ്വർഗമെങ്കിൽ. നഅം യാ റസൂലല്ലാ, അതേ നബിയേ, നഹ്നുൽ മുശമ്മിറൂന ലഹ, ഞങ്ങൾ ആ സ്വർഗത്തിന് വേണ്ടി ട്രൈ ചെയ്യുക തന്നെ ചെയ്യും, പരിശ്രമിക്കുക തന്നെ ചെയ്യും. എന്ത് വില കൊടുത്തും ഞങ്ങൾ സ്വർഗം വാങ്ങും, ഞങ്ങൾ കഷ്ടപ്പെട്ട് ശ്രമിക്കും. അപ്പോഴാണ് മുത്തുനബി പറഞ്ഞത്, ഖാല ഖൂലു ഇൻഷാ അല്ലാ. അത് മാത്രം പറഞ്ഞ് സമാധാനിക്കല്ല, ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ശ്രമിക്കും, ഞങ്ങൾ ആ സ്വർഗം നേടും, അങ്ങനെ പറയൂ. ആ ഇൻഷാ അള്ളയുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടട്ടെ. ഖാലൽ ഖൗമു ഇൻഷാ അല്ലാ. അപ്പോൾ ഓഡിയൻസ് മുഴുവനും ഒരേ നാക്കുകൊണ്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, നബിയെ ഞങ്ങൾ ശ്രമിക്കും, ഞങ്ങൾ സ്വർഗം വാങ്ങും. ആ സ്വഹാബത്ത് മുഴുവനും കഠിന ശ്രമങ്ങളിലൂടെ, തളരാത്ത ശ്രമങ്ങളിലൂടെ സ്വർഗം വാങ്ങാൻ അവർ പണിയെടുത്തു, അവർ സ്വർഗം വാങ്ങി എന്ന് പറയാം. നമ്മളും ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം. അള്ളാഹു നമ്മെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.